നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് നമുക്കൊപ്പം മനീഷ് മൂർത്തി ചേരുന്നു. മനീഷ് മൂർത്തി, എപ്പോഴാണ് ഈ മരണം സംഭവിച്ചത്? തമിഴ് സിനിമയിലെ മുടിചൂടാ മന്നനായിരുന്നു ഭാഗ്യരാജ്. എങ്ങനെയാണ് അന്ത്യം സംഭവിച്ചത്? ഇന്ന് രാവിലെയാണ് അന്ത്യം സംഭവിക്കുന്നത്. വീട്ടിൽ വെച്ച് ഹൃദയാഘാതം അനുഭവപ്പെട്ടു. ഉടൻ തന്നെ അപ്പോളോ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. 73 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഏകദേശം 40 വർഷത്തോളം നീണ്ട ഒരു സിനിമ ജീവിതമാണ് അദ്ദേഹത്തിനുള്ളത്. മാത്രമല്ല സകലകലാ വല്ലഭൻ എന്ന് കൃത്യമായി തന്നെ പറയാൻ പറ്റുന്ന അർത്ഥത്തിലുള്ള ഒരു സിനിമാക്കാരൻ എന്ന് തന്നെ ഭാഗ്യരാജിനെ നമുക്ക് വിശേഷിപ്പിക്കാം. അഭിനയമാണെങ്കിലും തിരക്കഥയാണെങ്കിലും സംവിധാനമാണെങ്കിലും അതുപോലെ തന്നെ സംഗീത സംവിധാനമാണെങ്കിലും അങ്ങനെ നിരവധി മേഖലകളിൽ കഴിവ് തെളിയിച്ച അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഒരു മഹാനായ വ്യക്തി തന്നെയായിരുന്നു ഭാഗ്യരാജ്. 1983 മുന്താണി മുടിച്ച് എന്ന് പറയുന്ന ചിത്രമാണ് ആദ്യ സംവിധാനം എന്ന് പറയുന്നത്. അതിനുശേഷം 85 ചിന്നവീട് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്യുന്നു. തുടർന്ന് 25-ലധികം സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ സംഗീത സംവിധാനം, അത് സാധാരണ നിലയിൽ ഒരു സംവിധായകൻ ചെയ്യാത്തൊരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം സംഗീത സംവിധാനവും വളരെ കൃത്യമായി തന്നെ ചെയ്തു. 10-ലധികം സിനിമകൾക്ക് അദ്ദേഹം സംഗീത സംവിധാനം ചെയ്തിരുന്നു. ഇത് നമ്മ ആള് എന്ന് പറയുന്ന സിനിമയിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ സംഗീത സംവിധാനം എന്ന് പറയുന്നത്. പിന്നീട് അവസര പോലീസ് തുടങ്ങി അങ്ങനെ 10-ലധികം സിനിമകൾക്ക് അദ്ദേഹം സംഗീത സംവിധാനവും നിർവഹിച്ചു. തിരക്കഥ, നിരവധി സിനിമകൾക്ക് തിരക്കഥ, അതുപോലെ തന്നെ അഭിനയമാണെങ്കിലും നമുക്കറിയാം മിസ്റ്റർ മരുമകൻ ഉൾപ്പെടെയുള്ള മലയാളം സിനിമകൾ ഉൾപ്പെടെ അങ്ങനെ നിരവധി ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചു. വളരെ ഹാസ്യപ്രധാനമുള്ള അല്ലെങ്കിൽ ഹാസ്യ രസമുള്ള സ്വഭാവത്തിലുള്ള സിനിമകളിലായിരുന്നു അദ്ദേഹം അഭിനയിച്ചിരുന്നതും. മാത്രമല്ല അത് വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള അത്തരത്തിലുള്ള സിനിമകളും അങ്ങനെ വിവിധ ജോണറുകളുള്ള സിനിമകളിലുള്ള അഭിനയം, അതാണ് ഭാഗ്യരാജിനെ വളരെ വ്യത്യസ്തനായി നിർത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും തമിഴ് സിനിമാ ലോകത്തിന്റെ ഒരു വലിയ നഷ്ടം എന്ന് തന്നെ പറയാം. കാരണം അത്രയും അതുല്യ പ്രതിഭയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ, സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അല്പസമയത്തിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ. നിലവിൽ മൃതദേഹമുള്ളത് ചെന്നൈ ഗ്രീംസ് റോഡിലുള്ള അപ്പോളോ ആശുപത്രിയിലാണ്. അവിടെ നിന്ന് ഇനിയിപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരണം. പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ അല്പസമയത്തിന് ശേഷം മാത്രമേ തീരുമാനമുണ്ടാവുകയുള്ളൂ. ഈ നടി പൂർണിമ ജയറാമാണ് അദ്ദേഹത്തിന്റെ ധർമ്മപത്നി. അപ്പം ഇപ്പോൾ സംസ്കാര കർമ്മങ്ങളെക്കുറിച്ചുള്ള അന്തിമ തീരുമാനമായോ? കാര്യം ഇത്രയധികം ചിത്രങ്ങൾ അഭിനയിക്കുകയും ഓൾറൗണ്ടറായി പ്രവർത്തിക്കുകയും തെന്നിന്ത്യൻ സിനിമാ വേദിയിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ഒരാളാണ് കെ ഭാഗ്യരാജ്. ഭാഗ്യരാജിൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ തന്നെ തീർത്തും ആളുകൾക്ക് ഏറ്റവും പ്രിയങ്കരമായിരുന്നു. അതിനകത്ത് ഫലിതവും എല്ലാം അധികം വേണ്ടുന്ന രീതിയിൽ മിക്സ് ചെയ്യുന്നതിൽ അപാരമായ പാണ്ഡിത്യം കാണിച്ച് മുന്താണി മുടിച്ചൊക്കെ തന്നെ എക്കാലത്തെയും ഒരു സൂപ്പർ ഹിറ്റായ ചിത്രമായിരുന്നു. അതാണ് സംസ്കാരം സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊന്നും തന്നെ ആയിട്ടില്ല. നമുക്ക് അല്പസമയം മുമ്പാണ് ഈ മരണം സംഭവിക്കുന്നത്. അത് അപ്പോളോ ആശുപത്രിയാണ്. അദ്ദേഹം നിലവിൽ അപ്പോളോ ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത്. അവിടെ നിന്നും ഇനിയിപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരണം. മറ്റു കാര്യങ്ങൾ ഏതാണ്, എവിടെയാണ് പൊതുദർശനം ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ആകേണ്ടതുണ്ട്. എസ്കേൻ സൂചിപ്പിച്ചതുപോലെ തമിഴ് സിനിമയിലെ ഒരു മുടിചൂടാ മന്നൻ എന്ന് തന്നെയാണ് സകലകലാ വല്ലഭൻ എന്ന് നമുക്ക് വളരെ കൃത്യമായി തന്നെ പറയാൻ പറ്റുന്ന ഒരാളാണ്. ഹാസ്യരസ പ്രധാനമുള്ള കഥാപാത്രങ്ങൾ അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ജനകീയനാക്കിയത്. അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകൾ. ആ തരത്തിൽ തന്നെ ഉള്ളതെന്ന് അതിൽ ഹാസ്യമുണ്ടാവും. ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും അല്ലെങ്കിൽ സെന്റിമെന്റ്സ് ആണെങ്കിലും ഗാനങ്ങൾക്ക്, പ്രത്യേകിച്ചും പാട്ടുകൾക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമകൾ എപ്പോഴും പാട്ടുകൾക്ക് കൃത്യമായ പ്രാധാന്യം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ് ഭാഗ്യരാജ് എന്ന് പറയുന്നത്. എന്തായാലും വലിയ നഷ്ടം, തമിഴ് സിനിമയ്ക്ക് വലിയ നഷ്ടം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ മരണമെന്ന് പറയുന്നത്. വളരെ സമീപകാലത്തോട് വളരെ സജീവമായി തന്നെ ഈ സ്റ്റേജ് ഷോകളിലും ഒക്കെ അദ്ദേഹം എത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പൊക്കെ വരുന്ന റീലുകളിലൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഡയലോഗുകൾ ഏറ്റവും ഈ പറഞ്ഞ രീതിയിൽ വളരെ പ്രസംഗങ്ങളിലാണെങ്കിൽ പോലും ഹാസ്യം കലർത്തി പ്രസംഗിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട സംവിധായകനാണെങ്കിലും ശരി, സംവിധാനമാണെങ്കിലും ശരി, നടനാണെങ്കിലും ശരി, അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു ഭാഗ്യരാജ്. 73 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഏകദേശം 4 പതിറ്റാണ്ടോളമായി അദ്ദേഹം തമിഴ് സിനിമയിൽ വളരെ സജീവമായി തന്നെ നിൽക്കുന്നു. നിരവധി അവാർഡുകൾ, ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ഉൾപ്പെടെയുള്ള നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് സംവിധാനത്തിലാണെങ്കിലും അഭിനയത്തിലാണെങ്കിലും ഒക്കെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സംസ്കാരം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അല്പസമയത്തിന് ശേഷം നമുക്ക് വളരെ കൃത്യമായി തന്നെ പറയാൻ സാധിക്കും. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.